നമസ്കാരം. പ്രധാന വാർത്തകൾ. വിവാദങ്ങൾക്കിടെ എം.ആർ. അജിത് കുമാർ അവധിയിലേക്ക്. എ.ഡി.ജി.പി എം.ആർ. അജിത് കുമാർ അവധിയിലേക്ക്. 4 ദിവസമാണ് എ.ഡി.ജി.പി അവധിയെടുത്തത്. വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി മുൻകൂർ അവധി അപേക്ഷ നൽകിയിരുന്നു. വിവാദങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പേ നൽകിയ അപേക്ഷയിലാണ് അവധി. ഓണം പ്രമാണിച്ചുള്ള അവധിയെന്നാണ് വിശദീകരണം. ഈ മാസം 14 മുതലാണ് അവധി. തലപ്പുഴ റിസർവ് വനത്തിലെ മരമുറി ജീവനക്കാർക്ക് സസ്പെൻഷൻ. വയനാട് തലപ്പുഴയിലെ റിസർവ് വനത്തിലെ മരമുറിയുമായി ബന്ധപ്പെട്ട് 2 വനം വകുപ്പ് ജീവനക്കാർക്കെതിരെ നടപടി. 2 പേരെ സസ്പെൻഡ് ചെയ്തു. SFO PV ശ്രീധരൻ, CJ റോബർട്ട് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. തലപ്പുഴ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറുടെ പേരിൽ അച്ചടക്ക നടപടിക്കും ശുപാർശ ചെയ്തിട്ടുണ്ട്. വനംവകുപ്പാണ് ഇത് സംബന്ധിച്ച ഉത്തരവിറക്കിയത്. തുടരന്വേഷണം നടത്തുമെന്ന് വനംവകുപ്പ് വ്യക്തമാക്കി. കഴിഞ്ഞ മാസം 29-നാണ് നോർത്ത് വയനാട് ഡിവിഷനിലെ ബേഗൂർ റേഞ്ചിൽ ഉൾപ്പെട്ട 43-44 വനങ്ങളിലെ മരം മുറിച്ചു കടത്തിയത്. 1 കിലോമീറ്ററോളം ദൂരത്തിൽ ഫെൻസിംഗ് നിർമ്മാണ പ്രവർത്തനത്തിന്റെ മറവിലാണ് മരങ്ങൾ മുറിച്ചു കടത്തിയത്. ആഞ്ഞിലി, കരുമരുത, വെണ്ണമേട്ടി തുടങ്ങിയ മരങ്ങളാണ് കടത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു അനുമതിയും ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നും തേടിയിട്ടുണ്ടായിരുന്നില്ല. 3 നില കെട്ടിടം തകർന്നു വീണു. 5 പേർക്ക് ദാരുണാന്ത്യം. നിരവധി പേർ ഇപ്പോഴും അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതായി സംശയിക്കുന്നുവെന്ന് അധികൃതർ അറിയിച്ചു. ഉത്തർപ്രദേശിലാണ് സംഭവം. 28 പേരെ രക്ഷപ്പെടുത്തി. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. NDRF, SDRF, അഗ്നിരക്ഷാ സേന തുടങ്ങിയവർ സ്ഥലത്തെത്തി. കുടുങ്ങിക്കിടക്കുന്നവരെ പുറത്തെത്തിക്കാൻ ശ്രമം തുടരുകയാണ്. വൈകുന്നേരം 5 മണിയോടെയായിരുന്നു സംഭവം. കെട്ടിടത്തിന് സമീപം നിർത്തിയിട്ടിരുന്ന ട്രക്കും തകർന്നിട്ടുണ്ട്. കെട്ടിടം ഗോഡൌണായി ഉപയോഗിക്കുകയായിരുന്നുവെന്ന് അധികൃതർ പറഞ്ഞു. കെട്ടിടം തകർന്നതിന് പിന്നിലെ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല. ഭാര്യയ്ക്ക് കാമുകരുണ്ടെന്ന് സംശയം. മകളുടെ കഴുത്തിൽ വടിവാൾ വെച്ച് ഭീഷണി. യുവാവ് പിടിയിൽ. 4 വയസ്സുകാരിയായ മകളുടെ കഴുത്തിൽ വടിവാൾ വെച്ച് വീഡിയോ കോൾ ചെയ്ത സംഭവത്തിൽ യുവാവ് പിടിയിൽ. ഓതറ സ്വദേശി ജിൻസൺ ബിജുവാണ് തിരുവല്ല പോലീസിന്റെ പിടിയിലായത്. വിദേശത്ത് ജോലി ചെയ്യുന്ന ഭാര്യയെ ഭീഷണിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് മകളുടെ കഴുത്തിൽ വടിവാൾ വെച്ച് വീഡിയോ കോൾ ചെയ്തത്. വിദേശത്ത് നഴ്സായി ജോലി ചെയ്യുന്ന ഭാര്യയ്ക്ക് കാമുകനുണ്ടെന്നാണ് ജിൻസന്റെ സംശയം. കാമുകന്റെ പേര് വെളിപ്പെടുത്തണമെന്ന് പറഞ്ഞായിരുന്നു ഭീഷണി. വെള്ളിയാഴ്ച രാത്രിയായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത്. തുടർന്ന് യുവതി പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ഇമെയിൽ വഴിയാണ് തിരുവല്ല പോലീസിന് പരാതി അയച്ചത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ ജിൻസനെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തു. അമിതമായി ലഹരി ഉപയോഗിക്കുന്നുവെന്നാണ് പോലീസിന്റെ സംശയം. ക്ലിഫ് ഹൌസിൽ മുഖ്യമന്ത്രി DGP കൂടിക്കാഴ്ച. ചർച്ച 1 മണിക്കൂറോളം നീണ്ടു. സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേസ് സാഹിബ് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തി. വിവാദ വിഷയങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്തു. ആഭ്യന്തര വകുപ്പ് നേരിടുന്ന വിഷയങ്ങളും സംസ്ഥാനത്തെ മറ്റ് പോലീസ് വിഷയങ്ങളും കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. ക്ലിഫ് ഹൌസിലായിരുന്നു നിർണായക കൂടിക്കാഴ്ച നടത്തിയത്. ഇരുവരും തമ്മിലുള്ള ചർച്ച 1 മണിക്കൂറോളം നീണ്ടു. ക്രൈംബ്രാഞ്ച് ADGP H. വെങ്കടേഷിനെ യോഗത്തിലേക്ക് വിളിച്ചു വരുത്തി. ADGP M.R. അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു യോഗം. പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശി, ADGP H. വെങ്കടേഷ് എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു.